ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആകാശും ആര്യനും ധർമ്മനും കൂടെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. പഴയ കാര്യങ്ങൾ അവിടെ ഇരുന്ന് ടെറസിൻ്റെ മുകളിലിരുന്ന് ബിയർ കഴിക്കുന്ന കാര്യം, അച്ഛൻ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളും, കഴിച്ചിട്ട് കോഴിക്കാല് വലിച്ച് അപ്പുറത്തെറിഞ്ഞ്, അതായത് കൃഷ്ണമംഗലത്തുകാരുടെ അടുത്ത് ഒരു തവണ എറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആനന്ദ്. എന്നിട്ടാണെങ്കിൽ അവരെല്ലാവരും കൂടെ ഇവിടെ വഴക്കിന് വന്നതും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞ് ആനന്ദിനെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കണം. അതിനുവേണ്ടി പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് രസിക്കുക കേട്ടോ. എന്നിട്ട് ആനന്ദ് പിന്നെ പതിയെ പതിയെ അവരുടെ ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യമൊക്കെ ബലം പിടിച്ച് വല്ലാത്ത സങ്കടത്തിലിരുന്നെങ്കിലും പിന്നെ വീണ്ടും അവരുടെ ആ പഴയ ആ ഓർമ്മകളിലേക്ക് തിരിച്ചു വരാം കേട്ടോ. അങ്ങനെ സന്തോഷത്തോടുകൂടി അവരെ ആലുവരും കൂടെ അവിടെ കിടക്കുകയാണ്. ആ സമയത്ത് താഴെ ദേവിയാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ. മേളിൽ എന്തായി കാണുമോ? ആര്യനും ആകാശും ധർമ്മൻ മാവനും ഒക്കെ എന്തായാലും ആനന്ദേട്ടനെ വിളിക്കാൻ പോയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് ആ സിറ്റ് ഔട്ടിൽ വന്ന് ടെറസിൻ്റെ മേളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബാലൻ കാണുന്നത് കേട്ടോ. ബാലൻ വന്നിട്ട് ചോദിക്കേണ്ട, എന്താ മോളെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ലാതില്ല, എന്തോ കാര്യമുണ്ട്, അല്ലാണ്ട് നീ ഇവിടെ വന്ന് നിൽക്കില്ലല്ലോ. അതല്ല അച്ഛ, അത് ആനന്ദേട്ടൻ. ആനന്ദോ? ആനന്ദ് എന്താ മുറിയിലില്ലേ? ഇല്ല. ടെറസിൻ്റെ മേളിലാണോ? അതെ. അപ്പോൾ അവൻ എന്തെങ്കിലും കുഴപ്പം പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല അച്ഛാ, ആനന്ദേട്ടൻ അങ്ങോട്ട് പോയി. അത് ശരി, അപ്പോൾ അവനെ ഞാൻ വിളിച്ചുകൊണ്ട് വരാം. അവൻ എന്തിനാ അങ്ങോട്ട് കയറിപ്പോയത്? മോളിവിടെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ? അച്ഛാ, അച്ഛൻ ഇപ്പം അങ്ങോട്ട് പോകണ്ട. അതെന്താ? അത് ആനന്ദേട്ടനെ വിളിക്കാനായിട്ട് ആകാശും അതുപോലെ ആര്യനും ധർമ്മൻ മാമനും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടേ. പക്ഷേ അച്ഛൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആനന്ദേട്ടനെ വഴക്ക് പറയില്ലേ? ഇല്ല, ഞാൻ വിളിച്ചിട്ട് വരാം, കുഴപ്പമൊന്നുമില്ല. അതല്ല ബാലച്ച, ഇപ്പോഴത്തെ ആനന്ദേട്ടൻ്റെ ആ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ വഴക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദേട്ടൻ വീണ്ടും മനസ്സ് തകർന്നു പോവുകയുള്ളൂ. സമാധാനത്തോടെ സംസാരിച്ചാലേ ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് ഇവർ പോയത്. എന്നാലും സാരമില്ല, ഞാനൊന്ന് പോയി നോക്കട്ടെ, അവൻ എന്താ എടുക്കുന്നതെന്ന് എനിക്ക് അറിയണമല്ലോ. അങ്ങനെ ബാലൻ നേരെ മേളിലേക്ക് കയറി വരുവാണ്. വന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇവർ നാലും പേരും കൂടെ പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. കണ്ണടച്ച് ഉറങ്ങുന്ന പോലെ കിടക്കണമെങ്കിലും അവരൊക്കെ ആ പഴയ കാര്യങ്ങളിങ്ങനെ ഓർത്ത് പറഞ്ഞ് കിടക്കാട്ടോ. ധർമ്മൻ പറയണുണ്ട്, എടാ ആനന്ദേ, ഞാനാണ് നിങ്ങൾക്ക് ബിയർ വാങ്ങി തന്നുള്ള കാര്യമേ അളിയനോടൊന്നും പറഞ്ഞേക്കല്ലേ, എന്നാൽ പിന്നെ തീർന്ന കേസ്. അതൊക്കെ ബാലൻ കേട്ടോട് നിൽക്കട്ടോ. ബാലന് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണാൻ ഭയങ്കര ചിരി വരുവാണ്. അപ്പം ആനന്ദും തിരിച്ച് അതേപോലെ മറുപടി കൊടുക്കുന്നുണ്ട്. ചിരിച്ചും കൊണ്ട് ആ ഉറക്കത്തിൽ കിടന്ന് പറയുകയാണ്. അങ്ങനെ ആകാശും ആര്യനും ഒക്കെ അച്ഛനെ കുറ്റം പറയുകയും ചെയ്യുന്നുണ്ട്. വേറെ കഴിച്ച കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പരസ്പരം കണ്ണടച്ച് കിടന്ന് കെട്ടിപ്പിടിച്ച് കിടന്ന് പറയുമ്പോൾ ആനന്ദിന് ചിരിയൊക്കെ വരണുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ബാലന് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. ബാലനൊരു മനസ്സമാധാനമുണ്ട്. അതും കണ്ടുകൊണ്ട് താഴെ വരികയാണ് കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ദേവിയോട് പറയുന്നുണ്ട്, മോളെ, ആനന്ദിനെ വിളിക്കാനും ഞാൻ അങ്ങോട്ട് പോയതെങ്കിലും അവനെ വിളിക്കാൻ എനിക്ക് തോന്നിയില്ല കേട്ടോ. കാര്യം വേറൊന്നുമല്ല, കുറേ നാളുകൾക്ക് ശേഷമാണ് അവനിപ്പോൾ ഒരു സമാധാനമായിട്ടൊന്ന് ഉറങ്ങുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അവന് മനസ്സൊന്ന് മാറി വരട്ടെ. എനിക്ക് അവൻ്റെ ആ കിടപ്പ് കണ്ടപ്പോഴേ ഒരുപാട് സന്തോഷം തോന്നി. അവൻ മനസ്സമാധാനത്തോടുകൂടി അവൻ ഉറങ്ങുകയാണ്. അവിടെ കിടന്നോട്ടേയും തോന്നി. കാരണം പണ്ടും ഇവർ 4 പേരും കൂടെ അങ്ങനെയാണല്ലോ, ഒരാൾക്കൊരു വിഷമം വന്നാൽ അവർ പരസ്പരം പങ്കുവയ്ക്കും, അതോടുകൂടി അങ്ങനെ തീരും. അങ്ങനെയാണ്. അതുപോലെ ഇപ്പം അവർ പരസ്പരം സംസാരിച്ച് തീർക്കട്ടെ എന്ന് വെച്ചിട്ടാണ് മോളെ ഞാനിങ്ങോട്ട് ഇറങ്ങിയത്. അത് ഞാനൊരു കാര്യം മോളോട് ചോദിക്കട്ടെ? അവനെ കുഞ്ഞെന്ന് പറഞ്ഞാൽ ജീവനായിട്ട് കൊണ്ട് നടന്നതല്ലേ? കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ കുഞ്ഞുടുപ്പും തൊട്ടിലും ഒക്കെ വാങ്ങി ഭയങ്കര പ്രതീക്ഷയിലിരുന്നപ്പോഴല്ലേ അപ്രതീക്ഷിതമായി ഈശ്വരൻ നമ്മളോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിച്ചത്. അത് അവന് താങ്ങാനായില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായത്. അതുകൊണ്ട് തന്നെ മോള് കുറച്ചൊന്ന് ക്ഷമിക്കണം, കുറച്ചുകൂടെ ഒന്ന് സഹിക്കണം. അവൻ മാറി വരും. പിന്നെ മോളോട് അവൻ മോശമായിട്ട് എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ? ദേഷ്യത്തോടെയോ അല്ലെങ്കിൽ മോൾക്ക് സമാധാനം തരാത്ത രീതിയിലോ കരയുന്ന കണ്ണ് നിറയ്ക്കുന്ന എന്തെങ്കിലും? ഇല്ല ബാലച്ച, എന്നോട് അങ്ങനെ ഒന്നും പറയാറില്ല. ആനന്ദേട്ടൻ പാവമാണ്, ആനന്ദേട്ടൻ അങ്ങനെയൊന്നും എന്നെ പറയാനാവില്ല എന്നൊരു ദേവി കള്ളം പറയാനോട്ടോ ബാലച്ചനോട്. ബാലൻ അതങ്ങ് വിശ്വസിക്കുകയാണ്. ശരി, അവൻ എന്തായാലും മാറി വരും, ഉറപ്പാണ്, കുറച്ച് സമയം അവന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബാലനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഗോമതി ഉണ്ട് കേട്ടോ. ബാലൻ്റെ ഈ വല്ലാത്തൊരു ആലോചന കാണുമ്പോൾ ഗോമതി വന്ന് ചോദിക്കുകയാണ്, എന്താ ബാലേട്ടാ ഇങ്ങനെ ഇരിക്കുന്നത്? ഇടി, നമുക്ക് അനുമോൾക്ക് ഇനി വച്ച് നീട്ടാൻ പറ്റില്ല. അതിന് മുന്നേ ഒരു കല്യാണം കൊണ്ടുവരണം. അവിടെ കല്യാണം എത്രയും വേഗം നടത്തണം. കല്യാണം ആലോചന കൊണ്ടുവരണമെന്ന് പറയാം. അയ്യോ ബാലേട്ട, എടുത്തുപടിയായിട്ട് ഇങ്ങനെ ചെയ്താൽ പറ്റുള്ളൂ, പഠിക്കല്ലേ, അവൾക്ക് ആഗ്രഹങ്ങളും എന്തെങ്കിലും പ്രതീക്ഷകളൊക്കെ കാണില്ലേ? കൊള്ളാം, പ്രതീക്ഷ, അവളുടെ എന്തെങ്കിലും ആഗ്രഹങ്ങളോ പ്രതീക്ഷകളോ ഉണ്ടായിരുന്നെങ്കിലേ അപ്പുറത്തെ അലവലാതി ആലോകിനെ പോയി പ്രേമിക്കുമായിരുന്നു ഓടിയ. അല്ല ബാലേട്ട, അതൊന്നും എനിക്കറിയണ്ട. എത്രയും വേഗം, ഇനിയിപ്പോൾ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല.
കല്യാണ ആലോചനകൾ തുടങ്ങണം. ഇനിയിപ്പോൾ അവളെ ഇഷ്ടം നോക്കിയിട്ടും കാര്യമില്ല. മറ്റ് ആൺപിള്ളേരിൽ എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. ആരെങ്കിലും ഒരാൾ IAS എടുക്കുമായിരുന്നു, ആര്യലും ഒക്കെ ആയിട്ട്. ആരും നടന്നില്ല. പിന്നെ എനിക്കിപ്പോൾ ഇവളിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇവളെങ്കിലും പഠിച്ചൊരു IAS നേടിയെടുക്കുമെന്ന്. അത്ര ആഗ്രഹമായിരുന്നു. ഇപ്പം ഇവളും കണക്കാം. ഇനിയിപ്പോൾ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവളുടെ ജീവിതമെങ്കിലും നന്നായി നടക്കട്ടെ. അതുകൊണ്ട് തന്നെ കല്യാണം എത്രയും വേഗം നടത്തിയേ പറ്റൂ. അല്ല, എങ്ങനെയെങ്കിലും ഒരു ചെറുക്കനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? നമ്മുടെ ഇതിന് ലോചിച്ച് നല്ലൊരു പയ്യനെ വേണ്ടേ കണ്ടുപിടിക്കാൻ? എനിക്ക് സമയം വേണ്ടേ ബാലേട്ടാ? എന്തായാലും നമുക്ക് ഇപ്പോഴേ ആലോചിച്ച് തുടങ്ങാം. കുറച്ചും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കിനും എത്രയും വേഗം നമുക്ക് നടത്താം. അവളോടും കൂടെ ഒന്ന് ചോദിക്കണം. കാര്യം അവളല്ലേ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അവളുടെ ആഗ്രഹം നമ്മൾ ചോദിക്കണ്ടേ, എങ്ങനെയുള്ള പയ്യനാ എന്നൊക്കെ. അതൊക്കെ ചോദിക്കാം എന്നൊക്കെ ഇങ്ങനെ ബാലൻ കടുപ്പിച്ച് തന്നെ പറയാം. തൊട്ടപ്പുറത്തെ റൂമിൽ ധർമ്മൻ അങ്ങോട്ട് കയറി വരുവാണ് കേട്ടോ. വലിയ കാര്യത്തിൽ സുകന്യ വന്ന് ചോദിക്കുന്നുണ്ട്, ധർമ്മേടൻ ഇന്നലെ രാത്രി എവിടെയാണ് കിടന്നത്? ടെറസിലാണോ? എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി അവിടെ പോയി കിടന്നില്ലേ? എന്താ കുഴപ്പം? ധർമ്മേട്ടൻ ഇപ്പോഴും എന്നോട് ദേഷ്യമാണല്ലേ? ദേഷ്യമില്ലടി, നിന്നെ കൊല്ലാനാണ് എനിക്ക് തോന്നുന്നത്. കൊല്ലാൻ നീ എൻ്റെ അടുത്ത് വന്നു പോരുത്. നീ എന്താ ധർമ്മേട്ട ഇങ്ങനെ? ഞാൻ അനുമോൾക്ക് നല്ലത് വരാനും അവളെ രക്ഷിക്കാനും വേണ്ടിയിട്ടല്ലേ ചെയ്തത്. മിണ്ടിപ്പോകരുത് നീ. അനുമോളെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ളവളാണെങ്കിലേ അവർ തമ്മിൽ ഇങ്ങനെ ഒരു അടുപ്പമുണ്ടെന്ന് അറിഞ്ഞ സമയം ഇവിടെ വീട്ടുകാരെല്ലാവരും അറിയിക്കുമായിരുന്നു. എന്നിട്ട് അതിനൊരു പരിഹാരം നമ്മളെല്ലാവരും കണ്ടെത്തുമായിരുന്നു. കാര്യങ്ങൾ ഇത്രത്തോളം വഷളാവുമായിരുന്നോ? ഇതിപ്പോൾ എവിടം വരെ കൊണ്ടെത്തിച്ചു? എല്ലാത്തിനും കൂട്ടുനിന്ന് എല്ലാം ആക്കി വെച്ചിട്ട് അവൾ വലിയ സംസാരിക്കുന്നോ? കൊള്ളാമല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ധർമ്മൻ പറയാം കേട്ടോ. എന്നിട്ട് സുകന്യയ്ക്ക് കുറേ വഴക്ക് കൊടുക്കണം. നിന്നോട് ക്ഷമിക്കല്ല, നിന്നെ ഞാൻ അടിച്ച് കൊല്ലാ വേണ്ടത് ഇങ്ങനെയുള്ള കാര്യത്തിന് എന്നൊക്കെ പറഞ്ഞ് ധർമ്മൻ അവിടെ നിന്ന് ദേഷ്യം പിടിച്ച് പുറത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ സുകന്യയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു നാണക്കേട് തോന്നുന്നുണ്ട്. താൻ തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ധർമ്മന് അടുത്തേക്കാണെങ്കിൽ പോകാൻ പോലും പറ്റുന്നില്ല കേട്ടോ. എന്നിട്ട് ധർമ്മൻ സുകന്യ വന്ന് അടുത്ത് വന്നിരുന്നൊക്കെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ധർമ്മൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് ധർമ്മൻ പറയുന്നുണ്ട്, നീ ഇവിടുന്ന് എണീറ്റ് പോക്കോ. അവന് വാതിലും തുറന്നു കൊടുത്തിട്ട് എല്ലാം ചെയ്തിട്ട് ഇപ്പോൾ വലിയ ന്യായം പറയുന്നോ? ധർമ്മേട്ടാ, ഒരു കാര്യം മനസ്സിലാക്കി നിങ്ങൾ. അവളുടെ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഒതുങ്ങിപ്പോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഒതുങ്ങിപ്പോണമെന്ന് താല്പര്യമുള്ളവൾ നിൻ്റെ കൂടുതൽ നല്ല പിള്ളേന്നും ചമഞ്ഞ് നീ എൻ്റെ അടുത്തേക്ക് വരല്ലേ? എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സുകന്യ എന്നെ കുറേ വഴക്ക് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി പോവാണ് കേട്ടോ. ഈ സമയത്ത് തന്നെ അവിടെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ മിത്രയെ ആരെയും വിളിച്ചുകൊണ്ട് വരുവാണ്. അപ്പോൾ വരുന്ന വഴി മിത്രയോട് ഒരിടത്ത് ഒതുക്കി വണ്ടി നിർത്തിയിട്ട് ചോദിക്കുകയാണ്, മിത്രേ, നീ എന്തായാലും അത്ര ദൂരത്തുനിന്ന് ബസ്സിലൊക്കെ വന്നിട്ട് ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് വന്നതല്ലേ, ഒരു ചായ കുടിച്ച് അല്ലെങ്കിൽ ഒരു ജ്യൂസോ എന്തെങ്കിലും വാങ്ങി തരട്ടെ നിനക്ക്, കുടിച്ചിട്ട് പോയാലോ? ഓ എൻ്റെ ആര്യ, അതൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കതിലും വലിയ ആഗ്രഹം ഇത്രയും വേഗം ഒന്ന് വീട്ടിലെത്തിയാൽ മതി. ഓ ദേവിയേട്ടത്തെയും മീനാക്ഷിയെയും അമ്മേനെയും അച്ഛനെയും അപ്പച്ചീനെയും അങ്കിളിനെയൊക്കെ എനിക്ക് കാണണം, എല്ലാവരെയും കാണണം. എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ട്. ഓഹ് എനിക്കാണെങ്കിൽ ഇവിടെ പെട്ടെന്ന് അങ്ങ് എത്തിയാൽ മതി ആര്യ. ചായയൊക്കെ നമുക്ക് വീട്ടിൽ പോയി കുടിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ വണ്ടി കയറിക്കോ. അങ്ങനെ അവർ നേരെ വണ്ടിയിൽ നേരെ വീട്ടിലേക്ക് വരുവാണ് കേട്ടോ. ഈ സമയത്ത് ബാലൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. ബാലനും ഉണ്ട്, ഗോമതിയുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ് ഇവർ ബൈക്കിൽ വരുന്നത്. ഇതാരാ വരണേന്ന് നോക്കുമ്പോൾ മിത്രയും ആര്യനും കൂടെ ഉണ്ടാവും. മിത്രയെ കാണുമ്പോൾ തന്നെ സന്തോഷമാവുന്നുണ്ട് നമ്മുടെ ഗോമതിക്ക്. പക്ഷേ ബാലൻ്റെ മുഖം അത്ര തെളിച്ചൊന്നുമില്ല കേട്ടോ. ഒന്നാമത് ഇവിടെ നടന്ന സംഭവങ്ങൾ മിത്ര അറിഞ്ഞിട്ടില്ല. രണ്ടാമത് മിത്ര ട്രെയിനിങ് പോയത് ഒട്ടും ഇഷ്ടമില്ലാണ്ട് പിണങ്ങി വഴക്ക് കൂടിയിട്ടാണല്ലോ ഇവിടുന്ന് പോയത്. അതിൻ്റെ ദേഷ്യം മുഖത്ത് തന്നെയുണ്ട്. കയറി വന്ന പാടെ തന്നെ മിത്ര, അയ്യോ അപ്പച്ചി സുഖാണോ അങ്കിളെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഗോമതി ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ കേട്ടോ. എന്നാലും ഗോമതിയുടെ മുഖം അത്ര തെളിച്ചല്ല. ഇവിടുത്തെ സങ്കടങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ്. മിത്രയോട് സ്നേഹത്തിന് യാതൊരു കുറവുമില്ല, സുഖമാണ്. പക്ഷേ ഞാൻ നിങ്ങളോടൊരു വിശേഷം പറയട്ടെ, ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ നല്ല മാർക്കോടുകൂടി പാസ്സായിട്ടാണ് വന്നത്. ആണോടി? നീ അതെ പിന്നല്ലാതെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി. നോക്കുമ്പോഴത്തേക്കിനും അങ്കിളിൻ്റെ മുഖം അത്ര തെളിച്ചല്ല. അങ്ങനെ അടുത്തേക്ക് ചെന്നിട്ട് പറയും, അങ്കിളെ ഞാനേ ട്രെയിനിങ് കഴിഞ്ഞിട്ട് വന്ന് നല്ല മാർക്കോടുകൂടിയാണ്, ഹയ്യസ്റ്റോടുകൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നിട്ടും ബാലനോട്ടിനെ പറയാം, മോള് ഇപ്പം ദൂരെ നിന്നൊക്കെ വന്നല്ലേ, വിശപ്പൊക്കെ കാണില്ലേ, ചെന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞ് ബാലൻ അങ്ങ് മൈൻഡ് ചെയ്യാതെ ഇറങ്ങി അങ്ങ് പോവാണ് ഗോമതിയോട് യാത്ര പറഞ്ഞിട്ട്. മിത്രയ്ക്ക് ചെറിയ വിഷമാവുന്നു കേട്ടോ. മിത്ര ചോദിക്കുന്നുണ്ട്, ഞാൻ ട്രെയിനിങ് പോയത് അങ്കിളിനോട് തീരെ ഇഷ്ടമില്ലായിരുന്നല്ലോ അന്ന്,
ആ ദേഷ്യമൊന്നും എന്നോട് ഇതുവരെ മാറിയിട്ടില്ലേ അപ്പച്ചി? അല്ല മോളെ, ദേഷ്യമുള്ളതുകൊണ്ടല്ല, നീ ക്ഷീണിച്ചൊക്കെ വന്നതല്ലേ, അതുകൊണ്ട് ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞു. എന്നാലും ഇത്രയും നല്ല മാർക്കോട് കൂടി ഞാൻ പാസ്സായി ഒന്നാമതായി വന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളൊരു മനസ്സെങ്കിലും അങ്കിളിനുണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. ഇതിപ്പോൾ എന്നോട് ദേഷ്യമുള്ളതുപോലെയാണല്ലോ കടന്നു പോകുന്നത്. എന്താ അപ്പച്ചിക്ക് സന്തോഷമില്ലേ? പിന്നെ നീ നല്ല ആളായി വരുന്നതിൽ എനിക്ക് സന്തോഷമല്ലേടി ഉള്ളൂ. പിന്നെ ഏട്ടത്തിമാരൊക്കെ എന്തേ? എനിക്ക് അവരെയൊക്കെ കാണാനായിട്ടേ അങ്ങ് കൊതിയായിട്ട് വയ്യാന്ന്. പെട്ടെന്ന് പിന്നെ ഗോമതിയുടെ മുഖമൊക്കെ വല്ലാതെ ആവുകയാണ് കേട്ടോ. കാരണം ഇനി പകത്തെ ചെല്ലുമ്പോൾ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ മിത്രയ്ക്ക് സങ്കടമാവുമല്ലോ. അങ്ങനെ ഏട്ടത്തെ കാണാനും ഏട്ടത്തിൻ്റെ കുഞ്ഞിന് വയറ്റിൽ എത്രയ്ക്ക് ആയി എന്നറിയാനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര പ്രതീക്ഷയോട് കൂടി തന്നെ നമ്മൾ മിത്ര അകത്തോട്ട് കയറി ചെല്ലാനായിട്ട് എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്